അംബേദ്കറിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ആർക്കിടെക്റ്റ് എന്നറിയാം. അംബേദ്കറിന് ഒരു സോഷ്യൽ റിഫോമർ അല്ലെങ്കിൽ ഒരു ദളിത് ചാമ്പ്യൻ എന്നറിയാം. പക്ഷെ അംബേദ്കർ ഹാഡ് ആൻ അനദർ ഫേസ്. അയാളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ ആക്ടിവിസ്റ്റ്. മെറ്റേണിറ്റി ലീവ് 14 മണിക്കൂറിൽ നിന്ന് 9 മണിക്കൂറായിട്ട് ജോലി സമയം കുറച്ചത്, സമരം ചെയ്യാനുള്ള അവകാശം ഉണ്ടാക്കിയെടുത്തത്, ഫാക്ടറികളിൽ യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശം ഉണ്ടാക്കിയെടുത്തത്, ESI, PF, എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, പെൻഷൻ, പ്രസവാവധി, അത് ആനുകൂല്യങ്ങളോട് കൂടിയ പ്രസവാവധി, സേഫ്റ്റി ഗിയർ, ഷൂ, തൊപ്പി, ഗ്ലൗസ്, ബൂട്ട്, ഇങ്ങനെയുള്ള ഒരു 18ഓളം റിഫോംസ് 1942-46 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കൂട്ടത്തിൽ, വൈസ്രോയുടെ കൂട്ടത്തിൽ ലേബർ മെമ്പർ ആയിരുന്ന സമയത്തും പിന്നീട് 50കളിൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ലോ മിനിസ്റ്റർ ആയിരുന്ന സമയത്തും അദ്ദേഹം കൊണ്ടുവന്നതാണ്. ഇതാർക്കെങ്കിലും അറിയാവോ? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ഇന്ത്യയിൽ ആദ്യത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഐഡിയ മൂട്ട് ചെയ്തതും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്ഥാപിച്ചതും അദ്ദേഹത്തിൻ്റെ നിയമം പാസ്സാക്കിയത്. ഇതാരെങ്കിലും സംസാരിക്കുന്നത്? പീപ്പിൾ ഓൾവേസ് ടോക്ക് അബൌട്ട് അംബേദ്കർ മനുസ്മൃതി കത്തിച്ചു. അതിലങ്ങ് തർക്കമാണ്. ആ മനുസ്മൃതി കത്തിച്ചതിലും കഥയുണ്ട്. നിങ്ങളെല്ലാവരും ആ ചർച്ച കണ്ടു കാണുമായിരിക്കില്ല. മറ്റേ മനോരമയുടെ ബുക്ക് ഫെസ്റ്റിവലിൽ നടന്നൊരു ചർച്ചയ്ക്കകത്ത് മനുസ്മൃതി കത്തിച്ചത്, ഞാൻ പേര് പറയാം, ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു എന്തുകൊണ്ടാണ് അംബേദ്കർ ഖുറാൻ കത്തിക്കാത്തത്, ബൈബിൾ കത്തിക്കാത്തത്, എന്തുകൊണ്ടാണ് മനുസ്മൃതി കത്തിച്ചത്? സോ ഈ വാസ് അഗെയിൻസ്റ്റ് ഹിന്ദുയിസം എന്നാണ് പുള്ളിയുടെ തിയറി. അത് അന്ന് പാനലിലുണ്ടായിരുന്ന സണ്ണി എം കവിക്കാടും ശ്യാംകുമാറിനും അതിന് മറുപടി കൃത്യമായിട്ട് കൊടുത്തില്ല. അതിനൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിരുന്നെങ്കിൽ അതിനുള്ള മറുപടി ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. 1927 ഒരു കുളമുണ്ടായിരുന്നു ബോംബെയിൽ, പൊതുപണത്തിലെടുത്ത് പണിത കുളം. ആ കുളത്തിൽ നിന്ന് ദളിതർ വെള്ളമെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ സമരം നടത്തി. ആ സമരത്തിന് ഇടയ്ക്ക് കോടതി വിധിയുണ്ടായി. വീണ്ടും സമരം നടത്തി. രണ്ടാമത്തെ സമരത്തിൽ പുള്ളി പറഞ്ഞത് ഇത്രേ ഉള്ളൂ: പൊതുപണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പണം, എൻ്റെ നിൻ്റെയൊക്കെ പണമാണ്. അത് വെച്ചിട്ട് സർക്കാർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു കുളം പണിത് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഹിന്ദു നിയമപുസ്തകമായ മനുസ്മൃതി കാരണം, അതുകൊണ്ട് ഈ സാധനം കത്തിക്കണം എന്ന് പറഞ്ഞ് കത്തിച്ചു. അതായിരുന്നു അതിൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അതല്ലാതെ പുള്ളിക്ക് ഹിന്ദുസത്തിനുള്ള എതിരൊന്നും അല്ലായിരുന്നു. അങ്ങനെയൊന്നും ഹിന്ദുസത്തിന് എതിരായിരുന്നു, അത് ജാതീയതയുടെ എതിരായിരുന്നു. സോ ബിക്കോസ് ദാറ്റ്സ് ദ തിങ്. ബട്ട് ഈ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ വി കുഡ് ഹാവ് ഡിസ്പെൽഡ് ബസ്റ്റഡ് ശ്രീജിത്ത് പണിക്കേഴ്സ് നറേഷൻ. നമ്മൾ പക്ഷേ അപ്പോഴത്തേക്കും ഗുജറാത്ത്, ഫാസിസം, കുന്തം, ശൂലം, വേദം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആൻഡ് ദറ്റ് ഡിബേറ്റ് ഗോട്ട് ലോസ്റ്റ്. അപ്പം ബേസിക്കലി ബാക്ക് ടു ബേസിക്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അംബേദ്കർ 1924 3 വാക്ക് മുന്നോട്ട് വെച്ചായിരുന്നു. 1924 ലോങ് ബാക്ക്, 100 വർഷം മുമ്പ്, 101 വർഷം, 102 വർഷം മുമ്പ്. അതെന്ന് പറഞ്ഞാൽ ബഹിഷ്കൃതി ഹിതകാരിണി സഭ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിലായിരുന്നു അദ്ദേഹം ഈ 3 വാക്ക് മുന്നോട്ട് വെച്ചത്: എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. പഠിക്കുക, പോരാടുക, ഒരുമിച്ച് നിൽക്കുക. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലിബറേഷനുള്ള സാധ്യത എന്നാണ് അദ്ദേഹം. ഈ സാധനമാണ് പിന്നെ 42-ലെ ഓൾ ഇന്ത്യ SC/ST ഫെഡറേഷൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് സ്ലോഗനായിട്ട് പുള്ളി ഉറക്കെ വിളിച്ചതും ഈ ഒരു ഇതായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസ് കോൺഫറൻസിൻ്റെ സമയത്ത് പുള്ളി ഉപയോഗിച്ച ഒരു സെൻറ്റൻസ് ഉണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിക്കും, ഇംഗ്ലീഷിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കതിന് മലയാളം നോക്കാം. മൈ ഫൈനൽ വേർഡ്സ് ഓഫ് അഡ്വൈസ് ടു യു ആർ, എൻ്റെ അവസാനത്തെ ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങളോടുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. പഠിക്കുക, പോരാടുക, ഇതുപോലെ ഓർഗനൈസ്ഡ് ആകും. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. വിത്ത് ജസ്റ്റിസ് ഓൺ അവർ സൈഡ്, നീതി നമ്മളുടെ സൈഡിലായതുകൊണ്ട് ഐ ഡു നോട്ട് സീ ഹൗ വി ക്യാൻ ലൂസ് അവർ ബാറ്റിൽ. നമ്മൾ ഈ യുദ്ധം തോറ്റുപോകുമെന്നും എനിക്ക് തോന്നുന്നില്ല. ദ ബാറ്റിൽ ടു മീ ഈസ് മാറ്റർ ഓഫ് ജോയ്. ഇതെനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നൊരു ബാറ്റിലാണ്. ദ ബാറ്റിൽ ഈസ് ഇൻ ദ ഫുള്ളസ്റ്റ് സെൻസ് ഓഫ് സ്പിരിച്വൽ. ഇതിൻ്റെ അകത്ത് ആത്മാവുണ്ട്, നിറഞ്ഞ ആത്മാവുണ്ട്. ദർ ഇസ് നത്തിങ് മെറ്റീരിയൽ ഓർ സോഷ്യൽ ഇൻ ഇറ്റ്. ഫോർ അവേഴ്സ് ഈസ് എ ബാറ്റിൽ നോട്ട് ഫോർ വെൽത്ത്. സമ്പത്തിന് വേണ്ടിയുള്ള ബാറ്റിലല്ല, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റിലല്ല. ഇറ്റ് ഈസ് എ ബാറ്റിൽ ഫോർ ഫ്രീഡം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റിലാണ്. ഇറ്റ് ഈസ് ദ ബാറ്റിൽ ഫോർ റിക്ലമേഷൻ ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. മാനുഷിക മൂല്യങ്ങളും ഡിഗ്നിറ്റിയും തിരിച്ചു പിടിക്കാനുള്ള ഒരു ബാറ്റിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്.